വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലാണ് കേട്ടോ. വേറൊന്നല്ല, ഞാനൊരു ഫോൺ ചെയ്യാൻ പോവാം ഹിന്ദിയിൽ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റേജ് ഒന്ന് കടന്നോ എന്നുള്ളൊരു ടെസ്റ്റ്. ഓക്കെ, വേറൊന്നല്ല, ഇപ്പം നമ്മൾ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേൾക്കുന്നത് മനസ്സിലാക്കുക, അതാണ് നമ്മുടെ ഹിന്ദി സംസാരിക്കുന്നതിന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്രമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സിറ്റുവേഷൻ ഇതാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ടോ ബെസ്റ്റ് ഫ്രണ്ട് വേണമെന്നൊന്നുമില്ല, ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ റിലേറ്റീവോ ഇനി അയൽവക്കക്കാരോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന. അപ്പൊ ഞാൻ അത് എന്തിനാണെന്നൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ കേട്ടിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ശരി, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ റിങ് ചെയ്യിക്കാം അല്ലേ. ശരി, ഫോണില്ല കേട്ടോ. ओके, हेलो हेलो निखिल, मैं बिनू बोल रही हूँ. हाँ जी बोलिए. आप अभी कहाँ पे हो? मैं ऑफिस में हूँ. क्या हुआ? मुझे एक मदद चाहिए थी. हाँ बताइए. आप आते वक्त मेरे लिए एक दवाई लेकर आ सकते हैं क्या? क्यों नहीं, कौन सी दवाई? मैं अभी दवा का नाम भेज दूंगी. ठीक है, भेज दीजिए, मैं आते वक्त लेकर आऊँगा. और कुछ चाहिए क्या? और कुछ नहीं चाहिए. ठीक है. ठीक है निखिल, धन्यवाद. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതെന്ന് കണ്ടിന്യൂ ആയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണും അല്ലേ. അതല്ല, മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. ഞാനിത് വെറുതെ അല്ല കേട്ടോ, നമ്മൾ ഇങ്ങനെ ഹിന്ദി സംസാരിക്കുന്നത് കേൾക്കണം. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷേ ഇത് നമുക്ക് പ്രയോഗത്തിൽ വരുന്നത് നമ്മളിങ്ങനെ കേട്ടിട്ടാണ് അതിൻ്റെ ഒരു ഫ്ലുവൻസി വരുന്നത്. അപ്പോൾ ഒരുപാട് ഹിന്ദി നിങ്ങൾക്ക് എങ്ങനെയൊക്കെയോ കേൾക്കാൻ സാധിക്കുന്നത്, ബോറില്ലാണ്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളാണ് അല്ലേ. ഞാൻ റിങ് ചെയ്തു, അപ്പോൾ അവിടുന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ റിങ് ചെയ്തു, നിഖിൽ ഫോൺ എടുത്തു. ഞാൻ എന്താ പറഞ്ഞ, ഹാ നിഖിൽ, മേ ബിനു ബോൾ റഹി ഹൂം. ബിനു എൻ്റെ പേര് അല്ലേ, നിങ്ങൾ നിങ്ങളുടെ പേര് പറയുക. ലേഡി ആണെങ്കിൽ സോറി ജെൻസ് ആണെന്നുണ്ടെങ്കിൽ ബോൾ റഹാഹും എന്നും, സ്ത്രീകളാണെങ്കിൽ ബോൾ റഹീഹും എന്നും. ഓക്കെ, മേം ബിനു ബോൾ റഹീഹും, ഞാൻ ബിനു ആണ് സംസാരിക്കുന്നത് എന്നാണ് കേട്ടോ. ശരി, അപ്പം എന്താ ആള് പറഞ്ഞേ, ഹഞ്ചി ബോലിയേ. ഹഞ്ചി അതൊരു റെസ്പെക്റ്റിൽ പറയുന്നതല്ലേ, ഹഞ്ചി ബോലിയേ പറയൂ എന്ന്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നേ, ആപ്പ് അഭി കഹാപ്പേ ഹോ. ആപ്പ് അഭി കഹാപ്പേ ഹോ, താങ്കൾ ഇപ്പോൾ എവിടെയാണ്. ഇതിലിപ്പോൾ പലരും ചോദിക്കാം, ആപ്പ് വെക്കുമ്പോൾ ഹേ അല്ലേ പറയണ്ടേ, ഹോ എന്താ ചോദിച്ചെന്നൊക്കെ. സംസാര ഭാഷയിൽ ഗ്രാമറിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതൊന്നും ഇപ്പം നിങ്ങൾ ഹേ പറഞ്ഞു എന്ന് വെച്ചിട്ട് ആപ്പ് അഭി കഹാപ്പേ ഹേ എന്ന് ചോദിച്ചാലും ആൻസറൊക്കെ ശരിയാണ്, പക്ഷെ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ അവിടെ ഹോയാണ് കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആപ്പ് അഭി കഹാപ്പേ ഹോ. ഇനി അപ്പം ആളെന്താ പറഞ്ഞ, മേ ഓഫീസ് മേ ഹൂം. മേം ആയതുകൊണ്ട് അവിടെ ഹൂമാണ്, ഹേയോ ഹോയോ ഒന്നും വരില്ല കേട്ടോ. മേം ഓഫീസ് മേ ഹൂം, ഞാൻ ഓഫീസിലാണ്. ക്യാ ഹുവാ, പെട്ടെന്ന് ഒരാൾ വിളിക്കുമ്പോൾ എന്ന് വിളിക്കുന്നതൊന്നും അല്ലല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും ക്യാ ഹുവാ, എന്തു പറ്റി. അപ്പം എന്താ ഞാൻ പറഞ്ഞേ, മുജേ മദത് ചാഹിയേ തീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു സഹായം വേണമായിരുന്നു. മുജേ മദത് എന്ന് പറഞ്ഞാൽ സഹായം. മുജേ മദത് ചാഹിയേ തീ, ഞാൻ സ്ത്രീ ആണല്ലോ അതുകൊണ്ടാണ് കേട്ടോ. താ തീ തേ ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനം നോക്കി പ്രയോഗിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു സഹായം വേണമായിരുന്നു. അപ്പം ആളെന്താ പറഞ്ഞേ, ഹാ ബത്തായിയേ. ബത്തായിയേ പറഞ്ഞാലും ഇത്ര റെസ്പെക്റ്റോടുകൂടി പറയുന്ന, ഹാ ബത്തായിയേ. അപ്പം എന്താ പറഞ്ഞേ, ആപ് ആത്തെ വക്ത് മേരെ ലിയേ എക് ദവായ് ലേക്കർ ആ സക്തേ ഹേ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ് ആത്തേ വക്ത്, ആത്തേ എന്ന് വെച്ചാൽ വരുന്ന സമയം, വക്ത്. ഓക്കെ, സമയം, വക്ത് എന്ന് പറയുന്നത് സമയം. ഇനി ആത്തേ സമയ് എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ അത് പറയാം. അപ്പൊ ആത്തേ വക്ത് മേരെ ലിയേ എനിക്ക് വേണ്ടി, എക് ദവായ്, ദവ എന്ന് പറയുന്ന മെഡിസിനെയാണ് കേട്ടോ. ദവായ് ലേക്കർ ആ സക്തേ ഹേ ക്യാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേക്കർ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമോ. ലേക്കർ ആ സക്തേ ഹേ ക്യാ, മനസ്സിലായോ? വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സക്താഹേ എന്ന് പറഞ്ഞാൽ കഴിയും, സാധിക്കും എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ അത് സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്താ പറഞ്ഞേ, ക്യൂ നെയ്, എന്തുകൊണ്ടില്ല, വൈ നോട്ട് എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ക്യൂ നെയ്, കോൺസി ദവ, ഏത് കോൺസി ദവ എന്ന് വയ്ക്കുന്നത് ഏത് മെഡിസിൻ ആണ്.
അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഹാ, ദവാ നാം മേ അബി ബേച്ച് ദൂങ്കി. ദവാ നാം മേ അബി ബേച്ച് ദൂങ്കി. ഇപ്പൊ സെൻഡ് ചെയ്യാം. ബേജുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ അയക്കാം. അപ്പൊ എന്താ പറഞ്ഞേ? ടീക്കെ ബേച്ച് ദീജിയെ, അയച്ചാലും. മനസ്സിലായോ? ടീക്കെ ബേച്ച് ദീജിയെ, മേ ആത്തെ വക്ത് ലേക്കർ ആവുക. ഞാൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാം. മേ ആത്തെ വക്ത് ലേക്കർ ആവുക. ഇനിയിപ്പോ സ്ത്രീകളാണെങ്കിൽ മേ ആത്തെ വക്ത് ലേക്കർ ആവുങ്കി. ആവുക എന്നുള്ളത് ആവുങ്കി, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ശരി, ഇനി ഓർക്കു ചായയൊക്കെയാ. ഓർക്കു ചായയെ, കൂടാതെ എന്തെങ്കിലും വേണോ എന്നാണ്. കുച്ചിനെ, കുച്ചിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒന്നും വേണ്ട. കുച്ചിനെ. ഓക്കെ, ഓർ കുച്ചിനെ, കൂടാതെ ഒന്നും വേണ്ട. ടീക്കെ, ശരി. ധന്യവാദ്. ധന്യവാദ് എന്ന് പറഞ്ഞാൽ നന്ദി. ഇതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് എത്ര പേർക്ക് മനസ്സിലായി കാണുന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഞാനൊരു കാര്യം കൂടി പറയാണ്. നമ്മുടെ ഈ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിൽ നമുക്കിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഹിന്ദി നമ്മൾ ഡെയിലി പല പല സിറ്റുവേഷൻസ്, ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് ഈ മോഡൽ എന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീടുകളിൽ സംസാരിക്കുന്നത്, മക്കളോട് സംസാരിക്കുന്നത്, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്, ഓഫീസിൽ സംസാരിക്കുന്നത് ഉള്ള കുറേ സിറ്റുവേഷൻസ് ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് ഫോളോ ചെയ്യുന്നവർക്ക് മൺഡേയും ഫ്രൈഡേയും രാത്രി 8 മണിക്ക് ഞാൻ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യും കേട്ടോ. വോയിസ് ആയിരിക്കും. നിങ്ങൾക്ക് അത് കേട്ടും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് ഫ്ലുവൻ്റ് ആയിട്ട് വരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അല്ലാത്തവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഇടുന്നുണ്ടാവും. പക്ഷെ ഇതിലെപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ കണ്ടന്റ്സ് മാറിക്കൊണ്ടിരിക്കുമല്ലോ, കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടല്ലോ. അപ്പോൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അതിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ കമന്റുകൾ പെൻഡിങ് കിടക്കുന്നുണ്ടാവും. എനിക്ക് തീരെ വയ്യാതിരിക്കായിരുന്നു കേട്ടോ. എളുപ്പമിടാവുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ടാവും. അതുകൂടാതെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും എന്താ പറയാ റെസ്റ്റിലായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ലേറ്റ് ആവുന്നുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ കമന്റ് വിടാതിരിക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കണം. കമന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യമുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് തിരക്കിന്റെ ഇടയിലാണ് ഞാൻ വീഡിയോസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇടുന്നത്. അതിടാനുള്ള ഒരു ഉന്മേഷം തരുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ കമന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉപകാരം ആവുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.